ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി. ഇന്ന് ഈ ദിവസം എനിക്ക് മാതാവിൻ്റെ ഈ സന്നിധിയിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ സാക്ഷിയായി എനിക്കിവിടെ നിൽക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ഈ കൃപാസനത്തിൽ ആദ്യമായി വരുന്നത് 2018 നവംബർ മാസമാണ്. എൻ്റെ പേര് ഗ്ലെൻ എഡ്വിൻ. ഞാൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. കുമ്പളങ്ങിലാണ് എൻ്റെ വീട്. ഞാനിവിടെ കൃപാസനത്തിൽ ആദ്യമായി വരുന്നത് 2018 നവംബർ മാസമാണ്. ഞാൻ വന്നത് എൻ്റെ ഫാമിലി ആയിട്ടാണ്. ഞാൻ പപ്പ, അമ്മ, അനിയത്തി, പിന്നെ ഞാനുമായിട്ട് ബസ്സിനാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പേ കൃപാസനത്തിൽ പറ്റി കേൾക്കുകയും കൃപാസന പത്രം ഞങ്ങൾക്ക് വീട്ടിലൊക്കെ കിട്ടുകയുണ്ടായി. അപ്പോൾ അമ്മയും പപ്പയും പറയുമായിരുന്നു, നമ്മൾക്ക് കൃപാസനത്തിൽ ഒരു ദിവസം പോവാം, അവിടെ പോയി പ്രാർത്ഥിക്കാം, മാതാവിൻ്റെ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ്, അപ്പോൾ നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാമെന്ന് രണ്ടുപേരും ഞങ്ങളോട് പറയുമായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ നവംബർ മാസം വരാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഞങ്ങൾക്ക് കൃപാസനം കറക്റ്റായിട്ട് എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. കലവൂരാണ് സ്ഥലം. കാരണം പത്രത്തിൽ കൃപാസനം കലവൂർ എന്ന് ഇട്ടിട്ടുണ്ടായി. അപ്പോൾ കലവൂരാണ് സ്ഥലം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. കലവൂരെന്ന് പറഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൽ പേര് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ടിക്കറ്റ് എടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ കൃപാസനം പോകുമ്പോൾ ഒന്ന് പറയാനായിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടക്ടറും ഡ്രൈവറും ആണെങ്കിൽ ആ സമയത്ത് രണ്ടുപേരും പുതിയതായിട്ട് ജോയിൻ ചെയ്തായിരുന്നു ഈ റൂട്ടിലേക്ക്. അപ്പോൾ അവർക്ക് ആ കറക്റ്റായിട്ട് കൃപാസനം അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പ് ഇട്ടേക്ക്, അപ്പോൾ മാപ്പിൽ കാണിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ നിർത്തി തരാമെന്ന് പറഞ്ഞു. പക്ഷേ കൃപാസനം എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പ് ആ സമയത്തില്ലായിരുന്നു. കലവൂർ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയിരുന്നു. ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടേച്ചു. അതിൽ 2 മിനിറ്റ് ഉള്ളപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ഗൂഗിൾ മാപ്പ് തന്നെ ഓഫായി പോയി. ബട്ട് 2 മിനിറ്റ് ഇരുന്നപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു. ഞാനിപ്പോൾ ആ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിയപ്പോൾ പപ്പയുടെ അടുത്ത് പറഞ്ഞു, പപ്പ 2 മിനിറ്റുള്ള നമുക്ക് ഇറങ്ങാം, സ്ഥലമായി എന്ന് തോന്നുന്നു. പപ്പ സീറ്റിലിരിക്കണമായിരുന്നു. പപ്പ എന്നിട്ട് എഴുന്നേറ്റ് ബസ്സിൻ്റെ കമ്പിയിൽ പിടിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോഴേക്കും കമ്പിയിൽ പിടിച്ചപ്പോൾ ആ സമയത്ത് ഒരുമിച്ച് ബസ്സിൻ്റെ ബെല്ലടിക്കുക ഒരു സംഭവം ഉണ്ടായി. കൈ കയറി കമ്പിയിൽ പിടിച്ചപ്പോഴേക്കും ബെല്ലാണ് ഫസ്റ്റ് അടിച്ചത്. ബസ് പെട്ടെന്ന് നിർത്തി തന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഇവിടെ ഇറങ്ങാൻ ബസ് സ്റ്റോപ്പായി, അപ്പോൾ ഇവിടെ ഇറക്കി വിടും, എന്നിട്ട് ഈ കൃപാസനത്തിൽ പോകാമെന്നുള്ള ഇതായിരുന്നു. ഞാനായിരുന്നു ഫസ്റ്റ് ഇറങ്ങിയത്. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ നോക്കിയപ്പോൾ തന്നെ കൃപാസനം ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ആ സമയത്ത് ഭയങ്കര മരങ്ങളായിരുന്നു. മരത്തിൻ്റെ ഇടയിൽ കൂടെ കൃപാസനം ഒന്നും കാണില്ലായിരുന്നു. ബട്ട് ഒരു പച്ച കളറിൽ മോണിറ്ററിൽ കൃപാസനം എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞു, പപ്പ അതേ കൃപാസനം എത്തി, നമ്മൾ കറക്റ്റ് സ്പോട്ടിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ സംഭവമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക, അന്നൊരു ദിവസം ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് കൊന്തയിൽ പോവുക എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ 4 പേരും കൂടെ വന്നത്. പക്ഷേ ആ ഒരു സംഭവത്തിൽ അമ്മ ഞങ്ങളോട് പറഞ്ഞു, എന്തായാലും കൃപാസനത്തിൽ അമ്മ ഞങ്ങളെ ഇവിടെ എത്തിച്ചത് ശരിക്കൊരു ദൈവാനുഗ്രഹമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് ഒരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം. അപ്പോൾ ആ സമയത്ത് അമ്മക്കാണെങ്കിലും പപ്പക്ക് വർക്കിന് പോകണം. അപ്പോൾ അമ്മക്കാണെങ്കിൽ അസുഖമൊക്കെ ആയിരുന്നു. യൂട്രസിൽ മുഴയും പിന്നെ ബ്ലീഡിങ്ങും നടുവേനും അതെല്ലാം ഉള്ള ഒരു അമ്മയായിരുന്നു എൻ്റെ. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ എടുക്കണ്ട, ഞാൻ എടുത്തേക്കാം. കാരണം ഞാൻ ആ സമയത്ത് പ്ലസ് വൺ പഠിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ എടുത്തേക്കാം, അമ്മ എടുക്കണ്ട, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തേക്കാം, ഉടമ്പടി പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തേക്കാം, ദിവസേന പള്ളിയിൽ പോയിക്കോളാം, കുടുംബ പ്രാർത്ഥന ജപമാലയൊക്കെ ചൊല്ലിക്കോളാം, ബൈബിൾ വായിച്ചോളാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ ഉടമ്പടി എടുത്തായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്ത് അതിൽ വെച്ച 6 നിയോഗങ്ങളും എനിക്ക് ആദ്യത്തെ പുതുക്കൽ, അതായത് 90 ദിവസം എന്ന് പറഞ്ഞത് 3 മാസത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ 6 നിയോഗങ്ങളും എനിക്ക് സാധിച്ചു തന്നായിരുന്നു. അതിൽ ഞാൻ ആദ്യം വെച്ചത് എൻ്റെ പപ്പയ്ക്ക് വേണ്ടിയായിരുന്നു. പപ്പയുടെ ജോലി തടസ്സം മാറുന്നതിനും. പപ്പ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യണമായിരുന്നു. അപ്പം അവിടെ സ്ഥിരമായിട്ട് കോൺട്രാക്ട് ബേസിലായതുകൊണ്ട് സ്ഥിരമായിട്ടൊരു ജോലിയില്ലായിരുന്നു. ജോലിയുള്ളപ്പോൾ വിളിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു പപ്പയുടെ ജോലി തടസ്സം മാറണമെന്ന്. അപ്പോൾ അത് മാറിക്കിട്ടി. പപ്പയ്ക്ക് സ്ഥിരമായെന്നല്ല, ആഴ്ചയിൽ എല്ലാ ദിവസങ്ങളിലും വർക്കുള്ള രീതിയിലും ഓവർ ടൈമും കിട്ടി തുടങ്ങി. അതുപോലെ രണ്ടാമത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു വെച്ചത്. അമ്മക്ക് യൂട്രസിൽ മുഴയുണ്ടായിരുന്നു, ആ ബ്ലീഡിങ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയുടെ ആ ബ്ലീഡിങ് നിൽക്കുകയും യൂട്രസിൽ മുഴ ചുരുങ്ങുകയും ചെയ്തു. പിന്നെ അതുപോലെ 3-4 കാര്യങ്ങൾ എൻ്റെ അനിയത്തിയുടെയും കാര്യങ്ങളാണ് ഞാൻ വെച്ച് പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ പഠിത്തത്തിന് വേണ്ടി. അതെല്ലാം ഞങ്ങൾക്ക് സാധിച്ചു തന്നു. പിന്നെ അതുപോലെ 5ാമത് ഞങ്ങളിവിടെ വന്നത് ബസ്സിനായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞങ്ങളിവിടെ നിന്നുകൊണ്ട് പറഞ്ഞായിരുന്നു, ഞങ്ങൾക്ക് 4 പേർക്കും കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി ഞങ്ങൾക്കില്ലായിരുന്നു. വീട്ടിൽ പപ്പയ്ക്ക് 2 വീലർ ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പം ഞാനും അനിയത്തിയും അല്ലെങ്കിൽ ഞാനും അമ്മയും കൂടെ ബസ്സിന് പോവും, 2 പേരും 2 വീലറിന് പോവും. അപ്പോൾ അങ്ങനെയായിരുന്നു ഞങ്ങൾ നടന്നിട്ട് വെച്ചത്. അപ്പോൾ ഞങ്ങളിവിടെ വന്ന സമയത്ത് പപ്പ ഇങ്ങനെ പറഞ്ഞായിരുന്നു, നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം, നമുക്കിനി എന്തായാലും എല്ലാ മാസവും നമുക്ക് കൃപാസനത്തിൽ വരാം. അപ്പോൾ വന്ന സമയത്ത് നമുക്ക് ബസ്സിന് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു കാറിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മതി, കാരണം പുതിയ കാർ എടുക്കാനുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റിൽ നമ്മളില്ല. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് കാർ നമുക്ക് എടുത്താൽ മതി എന്നുള്ളൊരു കാര്യം ഇവിടെ നിന്ന് പറഞ്ഞു. ഞാനപ്പോൾ അത് 5ാമത്തെ നിയോഗമായിട്ട് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായി. ഞങ്ങൾ അടുത്ത മാസം വരാം എന്നുള്ളൊരു തീരുമാനത്തോടെയാണ് ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പോയത്. ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ 10-ാം തീയതി ആണെങ്കിൽ ഡിസംബർ 8-ാം തീയതി ഞങ്ങൾക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് കാറ്, അത് ഒരു എമൗണ്ട് വരുന്നത് ഒരു 1,30,000 അടുത്ത് വരുന്ന ഒരു എമൗണ്ടിൽ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ഞങ്ങൾക്ക് കിട്ടി. സെന്നെസ്റ്റിലോ എന്ന് പറഞ്ഞിട്ട് അതൊരു പ്രത്യേകതരം കളറാണ്, ഒരു പർപ്പിൾ കളറ് വണ്ടിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ അവിടെയാണെങ്കിൽ അങ്ങനത്തെ കളറൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. കാരണം ആ ഒരു പ്രത്യേകതരിച്ച ഒരു കളറ് ആ ഒരു ചുരുങ്ങിയ വിലയിൽ ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്ക് നല്ല സുഖമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു കാറ് ഞങ്ങൾക്ക് കിട്ടി. അതിനുശേഷം ഞാൻ 6ാമതായിട്ട് വെച്ചത് എൻ്റെ ആൻറ്റിയുടെ കല്യാണത്തിനെ പറ്റിയായിരുന്നു. അമ്മയുടെ ചേച്ചിയാണ് ആൻറ്റി. അപ്പം ആൻറ്റി വിവാഹം കഴിച്ചിട്ടുണ്ടായില്ലായിരുന്നു. അപ്പം ആ കാര്യം ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2019 ജൂലൈ മാസം ആൻറ്റിയുടെ വിവാഹം നടക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ ആ ഒരു ഉടമ്പടി ഞാൻ 2019 എടുത്ത ഉടമ്പടി ഞാൻ വീണ്ടും പുതുക്കി. അങ്ങനെ 3 പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കി. എങ്കിലും ഞാൻ ആ ഒരു 6 നിയോഗങ്ങൾ കഴിഞ്ഞിട്ട് ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉടമ്പടി ഒരു പയ്യെ ഒരു ന്യൂട്രൽ സ്പീഡിലേക്ക് പോകാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥനയൊക്കെ ഡെയിലി ചെല്ലുന്നത് കുറവായി. പിന്നെ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോഴേക്കും ഞാൻ ചിലപ്പോഴൊക്കെ ഇന്ന് ചെല്ലണ്ട എന്നുള്ളൊരു മൈൻഡിലൊക്കെ ഞാൻ അവരോട് പറയും, ചിലപ്പോൾ TV വെച്ചിട്ടിരിക്കും. അങ്ങനെ ഉടമ്പടിയിൽ നിന്ന് പയ്യെ ഈ 3 പുതുക്കലിൻ്റെ ഇടയിൽ ഞാൻ പയ്യെ ഉടമ്പടിയിൽ നിന്ന് ഒഴിയാൻ തുടങ്ങി. അങ്ങനെ ഈ 3 പുതുക്കൽ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പൂർണ്ണമായി ഉടമ്പടി ഉപേക്ഷിക്കുക ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി ഉപേക്ഷിച്ചതിന് ശേഷം ഞാൻ +2-ൽ എക്സാമൊക്കെ എഴുതി. പക്ഷേ ഞാൻ വിചാരിച്ച അത്രയൊന്നും മാർക്ക് കിട്ടിയില്ല. അപ്പോഴേക്കും എനിക്ക് സങ്കടമായി. +2-ൽ മാർക്ക് കിട്ടിയില്ല, ഭയങ്കര മാർക്കില്ല. ബാക്കി എല്ലാ ഫ്രണ്ട്സിനും നല്ല മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് മാർക്ക് കുറവായിരുന്നു. ഞാനപ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ട് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ തന്നില്ല. ഞാൻ ഈശോനോട് എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീടിൻ്റെ നടയുടെ മുമ്പിൽ വന്നിട്ട് നിന്ന് സംസാരിക്കുമായിരുന്നു. ഈശോ എനിക്കിങ്ങനെ തന്നില്ലല്ലോ, എനിക്ക് ഭയങ്കര വിഷമമായി, ഞാൻ ഉടമ്പടി തെറ്റിച്ചുകൊണ്ടായിരിക്കും എനിക്ക് തരാനെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ ഈശോയുടെ അടുത്ത് പറഞ്ഞായിരുന്നു. മാതാവിനോടൊക്കെ സോറി പറഞ്ഞു. എന്നിട്ട് ഞാൻ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തു. ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തപ്പോഴേക്കും എനിക്ക് അലോട്ട്മെൻറ്റിലൊന്നും കിട്ടിയില്ല. കാരണം മാർക്ക് കുറവായതുകൊണ്ട് 1, 2, 3 അലോട്ട്മെൻ്റ് എല്ലാം വെറുതെ ഫ്രീ ആയിട്ട് എനിക്കൊന്നും എൻ്റെ പേര് അതിൽ പോലും വന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് സ്പോട്ട് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഓട്ടോണമസ് കോളേജിൽ നോക്കാമെന്ന് വിചാരിച്ചു. ബട്ട് അതൊന്നും ശരിയായില്ല. അതിനുശേഷം കമ്മ്യൂണിറ്റിയും മാനേജ്മെൻറ്റ് കോട്ടയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ എടക്കൊച്ചിയിൽ തന്നെ ഒരു അക്വിനാസ് കോളേജ് എന്ന് പറഞ്ഞിട്ടൊരു കോളേജ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഒരു 2-3 കിലോമീറ്റർ എന്തേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയി പഠിക്കാമെന്നുള്ളൊരു കാര്യം പപ്പ പറഞ്ഞായിരുന്നു. അവിടെ പഠിച്ചാൽ മതി, നമുക്കവിടെ മാനേജ്മെൻറ്റിൻ്റെ കാര്യം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി മാനേജ്മെൻറ്റ് ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു. ബട്ട് എൻ്റെ പേര് മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു പേര് വിളിക്കുന്ന സമയത്ത് എൻ്റെ പേര് വിളിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾക്ക് സങ്കടമായി. ഞങ്ങൾ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച്. ആ സമയത്താണെങ്കിൽ ഞാൻ ഉടമ്പടിയിലായിരുന്നു. പക്ഷേ എൻ്റെ പപ്പ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു. പപ്പയും അമ്മയും ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു. അതിൽ പപ്പ എൻ്റെ കാര്യമൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായി. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് പപ്പ പറഞ്ഞു, മാനേജ്മെൻറ്റിൽ എന്തായാലും വിളിച്ചില്ല, അപ്പോൾ നമുക്ക് കോളേജിൽ പോയി അന്വേഷിക്കാം എന്താ വിളിക്കാത്ത റീസൺ എന്ന്. അപ്പോൾ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ 10 പേരുടെ ലിസ്റ്റാണ് മാനേജ്മെൻറ്റിൽ എടുക്കുന്നത്. 10 പേരിൽ 9 പേരെ മാത്രം വിളിച്ചിട്ടുണ്ട്, ഒരാളെ വിളിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു വേക്കൻസിയിൽ ഒരു കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ കൊച്ച് വന്നില്ലെങ്കിൽ നിങ്ങളെ സെലക്ട് ചെയ്യാമെന്ന് അങ്ങനെ കോളേജിലെ മാനേജർ പറഞ്ഞായിരുന്നു. അപ്പോൾ മാനേജർ ആ സമയത്ത് അവിടെ ചെന്നിട്ട് 10 പേരിൽ ഒരാളാരാണ് വരാത്തത്, അതാരാണെന്ന് അറിയാൻ വേണ്ടി പോയി നോക്കിയപ്പോഴേക്കും മാനേജർ കണ്ടത് ഗ്ലെൻ എഡ്വിൻ എന്ന പേരായിരുന്നു. അപ്പോൾ അത് എൻ്റെ പേരായിരുന്നു. അത് പപ്പേനോടും അമ്മേനോടും പറഞ്ഞില്ല. മാനേജർ അച്ഛൻ തന്നെ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഗ്ലെൻ എന്ന് പറഞ്ഞിട്ടൊരു കൊച്ച് ഇങ്ങനെ വന്നിട്ടില്ല, അപ്പോൾ ആ കൊച്ചിൻ്റെ വേക്കൻസിയിൽ കയറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ കൊടുത്തപ്പോഴേക്കും അതേ പേര് അവിടുത്തെ ആപ്ലിക്കേഷൻ ഫോമിൽ മാനേജർ അച്ഛൻ കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു അഡ്മിഷൻ എനിക്ക് അക്വിനാസ് കോളേജിൽ മാനേജ്മെൻറ്റ് കോട്ടയിൽ കിട്ടി. ശേഷം കോളേജ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു കൊറോണ വന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒന്നാമത്തെ നല്ലോണം പഠിക്കുമായിരുന്നു. ബട്ട് ഞാൻ ആവറേജ് ലെവലിലുള്ള പഠിത്തം മാത്രമേ എൻ്റെ നിന്ന് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ ഒന്നാമത്തെ ആവറേജ് ആയതിൽ കൊറോണ കൂടെ വന്നപ്പോഴേക്കും ഓൺലൈൻ ക്ലാസ് എല്ലാവർക്കും അറിയാലോ, എല്ലാവരും വെറുതെ ഓണാക്കി വെച്ചിട്ടിരിക്കുക. അതുപോലെ ഞാനും ഓണാക്കി വെച്ചിരിക്കും. ചിലപ്പോൾ കിടന്നുറങ്ങും, ചിലപ്പോൾ വാട്സാപ്പിൽ പോയി ഫ്രണ്ട്സിനോടൊക്കെ ചാറ്റ് ചെയ്യും. അതും ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ പഠിത്തത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ഉഴപ്പി. പ്രാർത്ഥനയില്ല, പഠിത്തമില്ല. അങ്ങനെ ആയിരിക്കെ ഞാൻ NCCയിലുണ്ടായിരുന്നു. NCCയിൽ കോളേജിൽ വെച്ച് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും ഞാൻ NCCയുടെ RDC ക്യാമ്പ് ഡൽഹിയിൽ
ക്യാമ്പ് ഉണ്ടായിരുന്നു, റിപ്പബ്ലിക് ഡേ ക്യാമ്പ്. അപ്പോൾ അതിനുള്ള സെലക്ഷൻ ക്യാമ്പിൽ ഓൾമോസ്റ്റ് 5 ക്യാമ്പ്സ് ഞാൻ അറ്റൻഡ് ചെയ്തായിരുന്നു. ലാസ്റ്റ് ഒരു ക്യാമ്പും കൂടെ ഉണ്ടായി. 6th ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഡൽഹിയിലേക്ക് പോകുമായിരുന്നു. ബട്ട് ഞാൻ 5th ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് 6th ക്യാമ്പിലേക്കുള്ള സെലക്ഷൻ ക്യാമ്പിൽ ഞാൻ വെച്ച് ഔട്ടായി പോയി. ഞാൻ എന്നിട്ട് കോഴിക്കോട് വെച്ചായിരുന്നു, കോഴിക്കോട് മൈതാൻ ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു ഞാൻ. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് ഞാൻ വീട്ടിൽ ഓൾമോസ്റ്റ് ഒരു 1 വീക്കോളം നല്ല ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഡിപ്രഷനായിരുന്നു. ഭയങ്കരമായിട്ടും സങ്കടം അടിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്കൊന്നും ശരിയാവുന്നില്ല, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അവിടെ പോയി സെലക്ഷൻ ഒന്നും കിട്ടിയില്ല, അപ്പോൾ എനിക്കൊന്നും ശരിയാവുന്നില്ല എന്നൊക്കെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മ പറഞ്ഞ് പ്രാർത്ഥിക്ക്. അമ്മ പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, അല്ലാണ്ട് എൻ്റേതായിട്ടുള്ള പേഴ്സണൽ പ്രയോസോ അല്ലെങ്കിൽ ഞാൻ എൻ്റേതായിട്ട് ഞാൻ ഈശോനോടും മാതാവിനോടൊന്നും കാര്യങ്ങളൊന്നും പറയാറില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഡിഗ്രിയുടെ ആ ടൈമൊക്കെ കഴിഞ്ഞു. ഡിഗ്രി പാസ്സായി. ഞാൻ ലാസ്റ്റ് സെമ്മായപ്പോഴേക്കും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവിനോട്. വീണ്ടും ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഡിഗ്രിയിൽ നല്ലൊരു മാർക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഞാനൊരു ആവറേജ് ലെവലിൽ പഠിച്ചിട്ടിരുന്ന ഞാൻ കൂടെ ഓൺലൈൻ ക്ലാസ് ആയപ്പോഴേക്കും എൻ്റെ പഠിത്തം എല്ലാം പോയി. ആ കൂട്ടത്തിൽ ഞാൻ RDC പോയ സമയത്ത് എനിക്കൊരു സെം എന്ന് വെച്ചാൽ ഒരു എക്സാം എഴുതാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ക്യാമ്പിൽ നിന്ന് ഔട്ടായി തിരിച്ചു വന്നപ്പോഴേക്കും ഞാൻ കോളേജിൽ അന്വേഷിച്ചപ്പോൾ എക്സാം നമുക്ക് സപ്ലൈ ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ, വേറെ നമുക്കൊരു തരത്തിലും എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ സപ്ലൈ ആയിട്ട് എഴുതുമ്പോഴേക്കും എനിക്കൊരു ഇയർ ബാക്കായി പോകണം. 4th സെം ആയതുകൊണ്ട് അടുത്ത കൊല്ലം മഞ്ഞ പിള്ളേരുടെ കൂടെ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കൊരു 1 ഇയർ ബാക്കായി പോകും. അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ആ സമയത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ മെയിനായിട്ടും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചത്, ഞാൻ ഉടമ്പടി എടുക്കാം, അന്ന് എനിക്കൊരു കണ്ടീഷനുണ്ട്, എനിക്ക് 4th സെം എഴുതാൻ പറ്റണം. അതെങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ പഠിച്ചതിൽ അവിടെ ഒരു തരത്തിലും സ്പെഷ്യൽ എക്സാംസോ ഒന്നും റിക്വസ്റ്റ് പ്രകാരം നടത്താറില്ല. ബട്ട് ഞാൻ എൻ്റെ കോളേജിൽ ഇങ്ങനെ റിക്വസ്റ്റ് കൊടുത്തു, എനിക്ക് എക്സാം എഴുതണം. ആകെ 3 എക്സാം മാത്രം എഴുതിയാൽ മതി 4th സെമ്മിൽ. 2 എക്സാം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 എക്സാമിന് വേണ്ടി ഞാൻ റിക്വസ്റ്റ് കൊടുത്തു. ഞാൻ NCCയുടെ ബറ്റാലിയനിൽ വെച്ചിട്ട് ഞാൻ റിക്വസ്റ്റ് കൊടുത്തു. എല്ലാവരും കൂടെ റെക്കമെൻഡേഷൻ എല്ലാം ചെയ്തതിൻ്റെ ഫലമായിട്ട് MG യൂണിവേഴ്സിറ്റി ഒരു സ്പെഷ്യൽ എക്സാം ഇതുവരെ അങ്ങനെ ഒരു കൊച്ചിനും നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ 2021 ഒരു സ്പെഷ്യൽ എക്സാം എനിക്ക് വേണ്ടി മാത്രം 4th സെമ്മിൽ 3 എക്സാമിന് വേണ്ടി മാത്രം കോളേജിൽ ഞാൻ മാത്രം, വേറെ ആർക്കും ഇല്ല കോളേജിൽ ഞാൻ മാത്രം, ക്ലാസ്സിൽ ഞാനും ഒരു ട്യൂട്ടർ മാത്രം, ഞങ്ങൾ രണ്ടുപേരും ഇരിക്കെ എനിക്കൊരു സ്പെഷ്യൽ എക്സാം എന്നുള്ള രീതിയിൽ MG യൂണിവേഴ്സിറ്റി ഒരു എക്സാം തന്ന് ഞാനങ്ങനെ 4th സെം എഴുതി. എൻ്റെ റിസൾട്ടൊക്കെ വന്നു, ഡിഗ്രി പാസ്സായപ്പോഴേക്കും ഞാൻ ഒരു തീരുമാനം എടുത്തു. എന്തായാലും ഞാൻ മാനേജ്മെൻറ്റിലാണ് കയറിയത്. അപ്പോൾ കുറേ ഫണ്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫാമിലിയുടെ അടുത്ത് പറഞ്ഞു, പപ്പ ഞാൻ എന്തായാലും ഇനി വർക്കിന് പോകാം, ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കാം പപ്പേനെ. എന്തായാലും പപ്പ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പപ്പേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വർക്കിന് നോക്കി. ഞാൻ BCom മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ട് എനിക്കൊരു അക്കൗണ്ട്സ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അക്കൗണ്ട്സിൽ ഭയങ്കര താല്പര്യമായിരുന്നു. ഞാനപ്പോൾ അക്കൗണ്ട്സിൻ്റെ ഒരു 6 മന്ത്സിൻ്റെ ട്രെയിനിങ്ങിന് കയറി. അത് പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ എറണാകുളത്ത് തന്നെ അക്കൗണ്ടൻ്റായിട്ട് ഒരു സർജിക്കൽ ഫേമിൽ ജോലി കിട്ടി. അവിടെ ഞാൻ ഒരു 8 മാസം വർക്ക് ചെയ്തു. അതിനുശേഷം എനിക്ക് വേറെ ഒരു സ്ഥലത്തേക്ക് പോകണം, അല്ലേ വേറൊരു അക്കൗണ്ടൻറ്റ് മാത്രം നിന്നിട്ട് കാര്യമില്ല, അത് ജസ്റ്റ് ഒരു ബേസിക് ഫീൽഡാണ്. അപ്പോൾ വേറൊരു പോസ്റ്റിലേക്ക് പോകണമെന്നുള്ള രീതിയിൽ ഞാൻ വേറെ പോസ്റ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് AGM എന്ന പോസ്റ്റ്, അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ എന്ന പോസ്റ്റിൽ ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയായിരുന്നു. ബട്ട് അതൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയായിരുന്നു, സ്റ്റാർട്ട് ചെയ്ത് വരുന്നതായിരുന്നു. അതൊരു പാർട്ട്ണർഷിപ്പ് കമ്പനി ആയതുകൊണ്ട് ഒരു പാർട്ട്ണർ അതിൽ നിന്ന് ഭയങ്കരമായിട്ടും മാറിയിരിക്കണമായിരുന്നു. അപ്പോൾ എന്നെ എടുത്ത സാറാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഗ്ലെൻ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, നമ്മളുടെ പാർട്ട്ണർ ഒഴിഞ്ഞു മാറുകയാണ്, അപ്പോൾ നമുക്ക് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു പ്രാപ്തിയില്ല. ഒരു പാർട്ട്ണർ പുറത്തും ഒരു പാർട്ട്ണർ നാട്ടിലുമാണ്. അപ്പോൾ നാട്ടിലുള്ള പാർട്ട്ണർ ഇങ്ങനെ മാറിയിരിക്കുമ്പോൾ നാട്ടിലുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേറൊരു പ്ലാൻ എന്തെങ്കിലും നോക്കാം, നമുക്കൊന്നെങ്കിൽ ഇത് കമ്പനി ഷിഫ്റ്റ് ചെയ്യാം, കൊല്ലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇത് നിർത്തി വെക്കാമെന്നുള്ളൊരു പ്ലാൻ വന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാനൊരു നല്ല അക്കൗണ്ടൻറ്റ് നല്ലൊരു പോസ്റ്റായിരുന്നു. അത് വിട്ട് AGM എന്നുള്ളൊരു ഹൈ പോസ്റ്റ് കണ്ടപ്പോൾ തിളങ്ങുന്ന സംഭവം കണ്ടപ്പോഴേക്കും ഞാൻ അതിലേക്ക് ചാടി വീണതാണ്. AGM എന്നുള്ള പോസ്റ്റ് കണ്ടപ്പോഴേക്കും ഞാൻ അതിലേക്ക് പോയതാണ്. അപ്പോൾ എനിക്കതിൽ ചെന്നിട്ട് എനിക്ക് നല്ല രീതിയിലൊന്നും നിൽക്കാൻ പറ്റിയില്ല. മാക്സിമം 5 മാസമേ ഞാനവിടെ വർക്ക് ചെയ്തോളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ എന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് പറഞ്ഞു, ഞാൻ ഉറപ്പ് പറഞ്ഞതായിരുന്നു ഉടമ്പടി എടുക്കാമെന്ന്. എക്സാം എഴുതാൻ പറ്റി, ഡിഗ്രി പാസ്സായി. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇനി ആ വാക്ക് തെറ്റിക്കുന്നില്ല. ഞാനങ്ങനെ ജനുവരി 2024 ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു.
2018 ആദ്യത്തെ ഉടമ്പടി എടുത്തത്. അതിനുശേഷം 6 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. 2024 ജനുവരി 13 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് വന്നത്, ഇനി വർക്ക് മതിയായി, ഞാൻ ടയേർഡായി, വർക്ക് മതിയായി, ഇനി ഈ വർക്കിന് പകരം നമുക്ക് ഒന്ന് പുറത്തേക്ക് പോയാലെന്നുള്ള ഇങ്ങനെ മൈൻഡിൽ ആരൊക്കെയോ ഇങ്ങനെ സംസാരിക്കണ പോലെ എബ്രോഡ് പഠിച്ചാലോ എന്നുള്ളൊരു മൈൻഡ് വന്നു. അതുവരെ എബ്രോഡ് പോകണം, എല്ലാവരും പോകുന്നുണ്ട്, അപ്പോൾ ഞാനും പോയാലോ എന്നുള്ള ആലോചനയിലായിരുന്നു. ബട്ട് എനിക്ക് ജനുവരി ആയപ്പോഴേക്കും എനിക്ക് ഇങ്ങനെ മൈൻഡിൽ വന്നു എബ്രോഡ് പോയി പഠിക്കാം. അങ്ങനെ എബ്രോഡ് പോയി പഠിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ജനുവരി തൊട്ട് ഏജൻസികളെ അപ്രോച്ച് ചെയ്തു, ഏത് കൺട്രിയാണ് ബെറ്റർ എന്നൊക്കെ നോക്കി വന്നു. അപ്പോൾ എല്ലാവരും UK, കാനഡ, ജർമ്മനി, ന്യൂസിലാൻഡ് അങ്ങനെ കുറേ പോപ്പുലറായിട്ടുള്ള കൺട്രീസ് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിൾ അല്ല, ഞങ്ങളുടെ ഫാമിലിക്ക് അങ്ങനെ ഭയങ്കര ഫണ്ട് സെറ്റ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് ആ ഒരു കൺട്രീസ് ഒന്നും വേണ്ട, ചെറിയൊരു കൺട്രി. അപ്പോൾ ഞാൻ വലിയ സംഭവം കണ്ടിട്ടാണ് ഞാൻ അക്കൗണ്ടൻറ്റിൽ നിന്ന് AGM പോയത്. അപ്പോൾ എനിക്ക് ചെറിയൊരു കൺട്രി മതി, ഏതെങ്കിലും ഒരു ചെറിയ കൺട്രി എനിക്കൊന്ന് മനസ്സിൽ കൊണ്ടുപോകാനായിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ലാറ്റ്വിയ എന്ന് പറഞ്ഞൊരു കൺട്രി എൻ്റെ മൈൻഡിൽ വന്നായിരുന്നു. അപ്പോൾ അവിടേക്ക് കൊച്ചിയിൽ നിന്നാണെങ്കിലും പിള്ളേർ പോയിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ ചോദിച്ചു ലാറ്റ്വിയയിൽ എങ്ങനെയാണ്. അപ്പോൾ അവർ പറഞ്ഞു ചെറിയ കൺട്രിയാണ്, നമുക്ക് വർക്കൊക്കെ കൂടുതലൊന്നുമില്ല, നമുക്ക് ഡിഷ് വാഷറിൻ്റെ വർക്കായിരിക്കും പാർട്ട് ടൈമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണത്, അപ്പോൾ കൂടുതൽ വർക്കിംഗ് ടൈമൊന്നും കിട്ടൂല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ലിമിറ്റൊന്നുമില്ല വർക്ക് ചെയ്യണതിന്. അപ്പോൾ പിന്നെ അവിടെ ട്യൂഷൻ ഫീസ് വരുന്നത് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റാണ് ലാറ്റ്വിയയിൽ വരുന്നത്. നമുക്ക് പുറത്തുപോയി പഠിക്കാൻ പറ്റിയ ബെറ്റർ ഓപ്ഷൻ. ഒന്നാമത്തേത് യൂറോപ്പാണ്, ഷെങ്കൻ കൺട്രിയാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തേക്ക് കണ്ടപ്പോഴേക്കും എനിക്കൊരു മൈൻഡ് വന്നു, ലാറ്റ്വിയയിൽ ഞാൻ പോയി പഠിക്കാം എന്നുള്ളൊരു വിചാരത്തിൽ ഞാൻ ഏപ്രിലിൽ ഒരു ഏജൻസിനെ അപ്രോച്ച് ചെയ്യുക. ഞാൻ ഏജൻസിനെ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ മൈൻഡിൽ തെളിഞ്ഞു വന്ന ഒരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളൊരു പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. ഇത്രയും വരുന്നുള്ളൂ. ഈ ഒരു 3 വാക്യങ്ങളാണ് എനിക്കെപ്പോഴും മൈൻഡിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു, എന്താണിങ്ങനെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന മാത്രം എനിക്ക് ചെല്ലാൻ പറ്റുന്നത്, ബാക്കി പ്രാർത്ഥനയിലുമ്പോൾ ഞാൻ മുടങ്ങിക്കളയും, പകുതി വെച്ച് നിർത്തിപ്പോവും. അപ്പോൾ എന്തുകൊണ്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന വരാൻ മൈൻഡിൽ വന്നെന്നിങ്ങനെ ആലോചിച്ചപ്പോഴേക്കും എനിക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയുടെ പേരാണ് എനിക്ക് തെളിഞ്ഞു വന്നത്. ഞാനപ്പോൾ ആ ഏജൻസിയിൽ പോയി എൻ്റെ രജിസ്റ്റർ ചെയ്തു, എൻ്റെ ആപ്ലിക്കേഷൻ മൂവ് ഓൺ ചെയ്തു. ഞാനപ്പോൾ ലാറ്റ്വിയയിൽ ടൂറിബ എന്ന യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് അവിടെ എൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ മൂവ് ഓൺ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷൻ മൂവ് ഓൺ ചെയ്തതിന് മുമ്പ് ഇങ്ങനെ എക്സ്പെൻസൊക്കെ ചോദിച്ചപ്പോഴേക്കും നമുക്ക് നാട്ടിൽ കുറച്ച് സർവീസ് ചാർജ് വരുന്നുണ്ട്. കാരണം ലാറ്റ്വിയ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ട് അവിടെ ഏജൻസി ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് അങ്ങനെ ചെയ്യുന്നില്ല, അവർ സർവീസ് ചാർജ് എടുത്തതിന് ശേഷമാണ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ സർവീസ് ചാർജ് എടുക്കുന്നതിന് പപ്പയുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങണ്ട എന്നുള്ളൊരു വിചാരത്തിൽ ഞാൻ ഫെബ്രുവരി മാസം വർക്ക് അന്വേഷിച്ച് തുടങ്ങി. മെയ് 2 ഞാൻ വർക്കിന് കയറി എടപ്പള്ളിയിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ, അതും അക്കൗണ്ടൻ്റ് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു വർക്ക് കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കിയതാണ്. ബട്ട് അതവിടെ അക്കൗണ്ടൻ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യാൻ വേണ്ടി മെയ് 2 കയറി. അങ്ങനെ മെയ് മാസം ഒരു കുഴപ്പമില്ലായിരുന്നു. ആദ്യത്തെ മാസമൊക്കെ ഞാൻ ഫ്രീ ആയിരുന്നു, എനിക്ക് വലിയ സ്ട്രെസ്സൊന്നും ഉണ്ടായില്ല. ബട്ട് പോകെ 1 മാസം ആയില്ല, അവിടെ ഭയങ്കര പ്രശ്നങ്ങളായി. കാരണം അത് ഒരു 8 മാസമായിട്ടുള്ളൂ ആ ടെക്സ്റ്റൈൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അവിടെ വാങ്ങിച്ചു വെച്ചേക്കുന്ന തുണികളാണെങ്കിലും ഭയങ്കര വില കൂടിയുള്ള പുറത്തു നിന്നൊക്കെ വാങ്ങിച്ചതാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര ഡെറ്റും ഭയങ്കരമായിട്ടുള്ള കടങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് പുറത്തുനിന്നുള്ള ആൾക്കാർ വരെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വന്ന് ഭയങ്കര പ്രശ്നങ്ങളായി, ഞങ്ങൾക്ക് തരാനുള്ള പൈസ തന്നെ എന്നുള്ള പ്രശ്നങ്ങളായപ്പോഴേക്കും ഓണർ പയ്യെ മാറി നിൽക്കാൻ തുടങ്ങി. പുള്ളിക്കാരത്തി നാട്ടിലേക്ക് പോകാൻ തുടങ്ങി, ഇവിടെയുള്ള മാമല്ല, പുള്ളിക്കാരത്തി നാട്ടിലേക്ക് പോകാൻ തുടങ്ങി. പിന്നെ ഓഫീസിലാണെങ്കിലും പോയിരിക്കാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് ആ ഒരു വർക്കിൽ നിന്ന് ഞാൻ ഇറങ്ങാനുള്ള രീതിയിൽ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ വർക്ക് നിർത്തിയാണ്. നോട്ടീസ് പീരീഡ് 1 മന്ത് പറഞ്ഞിട്ടുണ്ടായി. ഞാനപ്പോൾ ജൂണിലാണ് ഞാൻ പറയുന്നത്, ഞാൻ വർക്കിൽ നിന്ന് ഇറങ്ങിയാണ്, എനിക്ക് മതിയായിട്ട് സ്ട്രെസ്സാണ്, എനിക്കിതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1 മന്ത് നോട്ടീസ് പീരീഡ് കൊടുത്തു. പക്ഷേ അവർ ഒരു കണക്കിനും അത് സമ്മതിക്കുന്നില്ലായിരുന്നു. ഞാൻ എന്നിട്ട് ജൂണിൽ 12 വർക്ക് നിർത്തി ഇറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു. 2ാമത് ഞാൻ ഉടമ്പടി എടുത്ത് ജൂൺ 13 ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ അവർ പറഞ്ഞത്, നിനക്കെതിരെ കേസ് വരും, ഇപ്പം ഇറങ്ങിപ്പോയാൽ നിനക്കെതിരെ കേസ് വരുമെന്ന് പറഞ്ഞായിരുന്നു. ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. ബട്ട് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മൈൻഡിൽ വന്നു, കേസ് എന്തായാലും നീ നേരിടണം, എന്തോ ഒരു പ്രതിസന്ധി വരുന്നുണ്ട്, അത് നീ നേരിടണമെന്ന് പറഞ്ഞു. അങ്ങനെ 13 ഉടമ്പടി എടുത്ത് അതിൻ്റെ പിറ്റേ ചൊവ്വാഴ്ച 16 ഞാൻ ഉടമ്പടി പ്രാർത്ഥന കൂടുന്ന സമയത്ത്
എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നു, ഇങ്ങനെ ഒരു കമ്പനിയിൽ നിന്ന് നീ ഇറങ്ങിപ്പോയിട്ടുണ്ട്, അപ്പോൾ അവരോട് പറയാണ്ട് അക്കൗണ്ട്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാണ്ടാണ് നീ ഇറങ്ങിപ്പോയത്, ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നീ അത് ബുധനാഴ്ച തന്നെ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബുധനാഴ്ച പപ്പേനെയും മമ്മീനായിട്ട് പോയി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ടായിരുന്നു. തിരികത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ മാതാവിൻ്റെ ലോക്കറ്റും കൊന്തയും ഉടമ്പടി തൈലവും തലയിലിട്ടിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ചെന്ന് പോലീസിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും സംസാരിച്ച്, അപ്പോൾ അവർ പറഞ്ഞു നീ ഇറങ്ങിയത് വരെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനതെല്ലാം ചെയ്ത് തീർത്തു. കമ്പനിയിൽ നിന്ന് ഇറങ്ങി പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴേക്കും പോലീസുകാർ അവരോട് പറഞ്ഞു ഇനി ഇത് കോംപ്രമൈസ് ആക്കി വിട്ടാൽ മതി, വേറെ കേസിലേക്കൊന്നും പോകണ്ട. അങ്ങനെ അത്ഭുതകരമായിട്ട് ആ ഒരു കേസിൽ നിന്ന് എനിക്ക് വിടുതൽ വന്നു. കാരണം പോലീസുകാർ പറഞ്ഞു ഇങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല, ആരെയും നിർബന്ധിച്ച് വർക്കിപ്പിക്കുന്ന ഒരു രീതിയൊന്നും നമ്മുടെ കേരളത്തിലില്ല, അപ്പോൾ അതുകൊണ്ട് ഇത് കോംപ്രമൈസ് ഉള്ള രീതിയിൽ നിർത്തിപ്പോകാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആ കേസ് മാതാവിൻ്റെ ഈശോൻ്റെയും അനുഗ്രഹത്തോടെ എനിക്ക് ആ കേസ് ക്ലോസ്ഡായി വന്നു. അതിനുശേഷം ഞാൻ എൻ്റെ അബ്രോഡ് സ്റ്റഡി, ഞാൻ വർക്കെല്ലാം നിർത്തി, ഇനി വർക്കിന് പോകാനുള്ള രീതിയിൽ ഞാൻ നിർത്തിയെല്ലാം. എന്നിട്ട് അബ്രോഡ് സ്റ്റഡീസിനുള്ള ഫുൾ ഫോക്കസ് ചെയ്തു. ഞാൻ ഏപ്രിലിൽ കൊടുത്ത പ്രോസസ്സ് ആപ്ലിക്കേഷൻ എല്ലാം മൂവ് ഓൺ ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഓഫർ ലെറ്റർ വന്നിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ ബാങ്ക് ലോണിൽ അപേക്ഷിച്ചപ്പോഴേക്കും എനിക്ക് 2 മാസത്തെ ഡിലേ, 2 മാസം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. ഞാൻ ഒരു മാസം ബാങ്കിൽ കംപ്ലീറ്റ്ലി എല്ലാ ആഴ്ചയെന്ന് വെച്ചാൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ബാങ്കിൽ നടക്കുമായിരുന്നു. ലോൺ ശരിയാവും അവർ പറഞ്ഞ് ഡോക്യുമെൻറ്റ്സൊക്കെ കൊടുത്ത്. ബട്ട് ഒരു മാസം അവർ ലാഗ് അടുപ്പിച്ചു, ഒന്നും ശരിയാവുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് അവർ പറഞ്ഞു ലാറ്റ്വിയയിലേക്ക് നിങ്ങൾക്ക് ലോൺ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, പ്രോസസ്സിങ് ടീം നോക്കിയപ്പോൾ അവിടെ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞാൽ. ഞാനപ്പോൾ ഉടമ്പടിയിൽ ഉറച്ച് വിശ്വസിച്ച് ഞാൻ പിന്നെ ഈ ജൂണിലെടുത്ത ഉടമ്പടിയിൽ ഞാൻ ഈ കാര്യം കൂടെ ഏൽപ്പിച്ച് വെച്ചിട്ടുണ്ടായി, എൻ്റെ ലാറ്റ്വിയയിലേക്ക് പോകാനുള്ള കാര്യം. ഞാനപ്പോൾ അത് ജൂൺ മാസം അവസാനമായപ്പോഴേക്കും എൻ്റെ ട്യൂഷൻ ഫീസ് ഞാൻ അടച്ചു. അപ്പോൾ അടച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു പ്രോസസ്സിങ് ഒരു 3 മാസത്തോളം ദീർഘമുള്ള പ്രോസസ്സാണ് ലാറ്റ്വിയയിലേക്ക്. വിസയൊക്കെ റിജക്ഷൻ എന്താ പറയുക 60-40 ആ ഒരു പെർസെൻറ്റേജാണ് നിൽക്കുന്നത്. റിജക്ഷൻ കിട്ടും, എന്തായാലും പ്രോസസ്സ് മൂവ് ഓൺ ചെയ്യുകയെന്ന് പറഞ്ഞു. അങ്ങനെ പ്രോസസ്സ് ചെയ്തു. എൻ്റെ അടുത്ത് 3 മാസം പറഞ്ഞ പ്രോസസ്സ് എനിക്ക് 1.5 മാസം കൊണ്ട് മാതാവ് നടത്തി തന്നു. 1.5 മാസം എന്ന് വെച്ചാൽ ട്യൂഷൻ ഫീസ് അടച്ചതിന് ശേഷം പ്രോസസ്സിങ് ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒരു ഡിലേ വരും. അതെന്തായാലും അവിടെ പോയി വെരിഫൈ ചെയ്യണം, എംബസിയിൽ പോയി വെരിഫൈ ചെയ്യണം, ഇതെല്ലാം കഴിഞ്ഞ് 3 മാസം ആവുമെന്ന് പറഞ്ഞു. ബട്ട് എനിക്ക് 1.5 മാസത്തിനുള്ളിൽ തന്നെ മാതാവ് എനിക്ക് ആ ഒരു കാര്യം സാധിച്ചു തന്നു. അതിനുശേഷം ജൂലൈ 9-ാം തീയതി ഞാൻ വിസക്ക് വെക്കുമായിരുന്നു. അപ്പോൾ ഞാൻ 8-ാം തീയതി ഇവിടെ വന്നിട്ട് അച്ഛനെ കാണാമെന്നുള്ള രീതിയിൽ വന്നു. ബട്ട് എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല. ഞാനപ്പം അവിടെ വന്നിട്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടാണ് ഞാൻ പോയത്. പാസ്പോർട്ട് ഞാൻ അച്ഛനെ കൊണ്ട് ബ്ലെസ് ചെയ്യിപ്പിച്ചു, എൻ്റെ തലയിൽ കുരിശ് വരച്ചു. അങ്ങനെ 8-ാം തീയതി വന്നു. 9-ാം തീയതി വന്നിട്ട് 9-ാം തീയതി ഞാൻ പോയി വിസക്ക് വെച്ചു. വിസക്ക് വെച്ചപ്പോൾ അവർ പറഞ്ഞു 15 to 20 ഡേയ്സാണ് പ്രോസസ്സിങ് പീരീഡ് വിസ കിട്ടാൻ. അതിനുള്ളിൽ പ്രാർത്ഥിക്കുക, കാരണം ലാറ്റ്വിയ ആയതുകൊണ്ട് ഉറപ്പ് വരുന്നില്ല. ഫസ്റ്റ് തന്നെ ഞാൻ ആ ലാറ്റ്വിയയിലേക്ക് വെച്ചത്, വേറെ ഒരു പിള്ളേരും വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ വെച്ചപ്പോഴേക്കും അവർ പറഞ്ഞിട്ട് 15 to 20 ഡേയ്സിനുള്ളിൽ മെസ്സേജ് വന്നാൽ ഓക്കെയാണ്, വിസ അപ്രൂവ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ഒരു തീരുമാനമെടുത്തു. ഞാനും പപ്പയും കൂടെ വേളാങ്കണ്ണി പോയി മാതാവിൻ്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കാമെന്നുള്ളൊരു തീരുമാനമെടുത്തു. അങ്ങനെ 22-ാം തീയതി ഞങ്ങൾ വേളാങ്കണ്ണി പോവുകയാണ്. ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരാഴ്ച മുമ്പ് ടിക്കറ്റ് എടുത്തായിരുന്നു. ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ പ്രോസസ്സിങ്ങിൻ്റെ വിസക്ക് വെച്ചതിന് ശേഷം എനിക്ക് 23-24 എന്നുള്ള ഡേറ്റ് മൈൻഡിൽ വരുമായിരുന്നു. 23-24. അപ്പോൾ ഞാനിങ്ങനെ വെച്ച് പ്രാർത്ഥിക്കും 23-24 എന്തായിരിക്കും, ചിലപ്പോൾ ഞാൻ വിസക്ക് വെക്കണമായിരിക്കും. പക്ഷേ എനിക്ക് വിസക്ക് വെക്കാൻ പറ്റിയില്ല. ജൂൺ 23-24 വിസക്ക് വെക്കാൻ പറ്റിയില്ല. ജൂലൈ 9-നാണ് വെച്ചത്. അപ്പോൾ ഞാൻ വേളാങ്കണ്ണി പോകാൻ ഡേറ്റ് എടുത്തത് 22-ാം തീയതി ടിക്കറ്റ് എടുത്തു. അപ്പോൾ ചിലപ്പോൾ മാതാവിൻ്റെ സന്നിധിയിൽ 23-24 തീയതി അവിടെ ഉണ്ടാവും എന്നുള്ള വിചാരത്തിൽ ഞാൻ അങ്ങനെ ഇരുന്നു. പക്ഷേ അതുമായിരുന്നില്ല. 23-ാം തീയതി ഞങ്ങൾ വേളാങ്കണ്ണിയിലെത്തി. അപ്പോൾ ഞാൻ ഓർത്ത് മാതാവിൻ്റെ സന്നിധിയിൽ 23-ാം തീയതി എത്താൻ ആ ഒരു ഡേറ്റ് ആയിരിക്കും കാണിച്ചു തന്നെയെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ഏജൻസിയിൽ നിന്ന് ഇങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഗ്ലെന്നിൻ്റെ വിസയുടെ മെസ്സേജ് വന്നോന്ന് ചോദിച്ചു. എൻ്റെ കൂടെ വെച്ച വേറൊരു കുട്ടിക്ക് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വന്നിട്ടില്ല, എന്തായിരിക്കും എനിക്ക് വരാത്തതെന്ന് ഓർത്തുകൊണ്ട് ഞാൻ സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ അവിടെ എന്തായാലും മാതാവുണ്ടല്ലോ, അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പോയി പ്രാർത്ഥിച്ച് കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവിടെ ആ ഒരു മണ്ണിൽ നിരങ്ങിയൊക്കെ ചെയ്തു. കുറേ ജപമാല ചൊല്ലി. അവിടെ വേളാങ്കണ്ണിയിലുള്ള സമയത്ത് ഞാൻ കുറേ ജപമാല ചൊല്ലി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ തിരിച്ചു വന്നിട്ട് കൃപാസനത്തിലായിരിക്കും ഞാൻ ഫസ്റ്റ് വരുന്നത്, എനിക്ക് വിസ വന്നില്ലെങ്കിൽ ഞാൻ ചോദിക്കാൻ വേണ്ടി വരോട്ടാന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് 24-ാം തീയതി ഞാൻ രാവിലെ കുർബാന കൂടി ഞങ്ങൾ റൂമിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയ സമയത്ത്
എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ വൈബ്രേഷനിൽ ഇട്ടേക്കണമായിരുന്നു. എനിക്ക് പേടിയാണ്, ഏത് നോട്ടിഫിക്കേഷൻ വന്നാലും ഞാൻ എടുത്ത് നോക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. ആ സമയത്താണ് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നത്. നോട്ടിഫിക്കേഷൻ വന്നിട്ട് എനിക്ക് ചോറ് ഇറങ്ങാനോ വിഴുങ്ങാനോ പറ്റുന്നില്ല. ലൈക്ക് തൊണ്ടയിൽ തന്നെ നിൽക്കുകയായിരുന്നു. കരച്ചിലും എന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ പപ്പ എടുത്ത് പറഞ്ഞു, പപ്പ ഇങ്ങനെ മെസ്സേജ് വന്നു, വിസ പ്രോസസ്ഡ് വിസ ഇസ് ബീൻ ഡിസ്പാച്ച്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് എനിക്ക് വന്നു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ വെച്ച്, വെള്ളാങ്കണ്ണിയിലാണെങ്കിലും മാതാവിൻ്റെ സന്നിധിയിൽ വെച്ചിട്ട് എനിക്ക് ആ ഒരു മെസ്സേജ് വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര ഒരു എഫക്റ്റായിരുന്നു. എനിക്ക് കൈയൊക്കെ വിറക്കുന്നു എല്ലാ സംഭവവും. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ, ഞാൻ ഉറപ്പായിട്ടും കൃപാസനത്തിൽ വന്നിത് സാക്ഷ്യപ്പെടുത്തും, എന്നെ ഒരു സാക്ഷിയാക്കണമേ, എനിക്ക് 2018 കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് പറയാനുള്ള എനിക്കൊരു സാക്ഷിയാക്കണമേ എന്നുള്ളൊരു കാര്യം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. വിസ വന്നു എന്ന് പറഞ്ഞ മെസ്സേജ് കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം എനിക്ക് എൻ്റെ കയ്യിൽ എൻ്റെ വിസ അടിച്ച പാസ്പോർട്ട് എൻ്റെ കയ്യിൽ, എൻ്റെ വീട്ടിൽ തന്നെ അവർ കൊറിയർ കൊണ്ട് തന്നു. അവർ പറഞ്ഞ് നമ്മൾ കൊറിയർ ഓഫീസിൽ പോയി വാങ്ങണമെന്ന് പറഞ്ഞു. ബട്ട് എനിക്ക് വീട്ടിലാണ് എൻ്റെ പാസ്പോർട്ട് അടിച്ച് വന്നത്. അങ്ങനെ ആ ഒരു വലിയൊരു അനുഗ്രഹം, ഞാൻ ആഗ്രഹിച്ച സ്ഥലം, ഞാൻ ആഗ്രഹിച്ച കോഴ്സ് MBA മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അത് ഇൻ്റർനാഷണൽ ബിസിനസ് എന്നുള്ള ഒരു കോഴ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. ആഗ്രഹിച്ച കോഴ്സിൽ തന്നെ മാതാവ് എനിക്ക് ആ ഒരു വലിയ അനുഗ്രഹം തന്നു. അതുപോലെ ഞാനിപ്പം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ആദ്യം എടുത്തപ്പോൾ ഞാനൊന്നും അങ്ങനെ ചെയ്യുന്നില്ലായിരുന്നു. പത്രം വാങ്ങി കൊടുക്കുമെങ്കിലും എനിക്ക് ഭയങ്കര നാണമായിരുന്നു. ഇത് ആൾക്കാർ വാങ്ങിച്ചത് എന്ത് പറയും, നമ്മൾ ബാക്കി ഹിന്ദുസിനും ബാക്കി റിലീജിയനുള്ള ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അവരൊക്കെ എന്ത് പറയുമോ എന്നുള്ളൊരു ഷൈയോടെയാണ് ഞാൻ പോയത്. ഞാൻ ഒരിടക്ക് മാസ്ക് ഒക്കെ വെച്ച് പോയിട്ടുണ്ട് പത്രം കൊടുക്കാൻ വേണ്ടി. ഭയങ്കര നാണമായിരുന്നു. എന്നിട്ട് അതിനുശേഷം ഞാനിപ്പോൾ 13-ാം തീയതി ജൂൺ 13-ാം തീയതി എടുത്ത ഉടമ്പടിക്ക് ശേഷം ഞാൻ പത്രം കൊടുക്കുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. കാരണം എനിക്ക് കിട്ടിയ അനുഗ്രഹം ഞാൻ ബാക്കിയുള്ളവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടാണ്, ഇങ്ങനെ കൃപാസനം വരിക, നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടും. അമ്മ മാതാവ് വഴി ഈശോ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ ഞാൻ പത്രം കൊടുക്കുമ്പോൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് പത്രം കൊടുക്കുകയായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം കൂടുതലൊന്നും ചെയ്യാൻ എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഞാനങ്ങനെ ഫുഡൊന്നും ആൾക്കാർക്കൊന്നും കൊടുത്തിട്ടില്ല. ബട്ട് ഞാൻ ഈശോനോട് പ്രാർത്ഥിക്കുമായിരുന്നു. പള്ളിയിൽ പോക്കെല്ലാം എനിക്ക് ഈ ഇടയായിട്ട് ഭയങ്കരമായിട്ടും കൂടി. ജൂൺ തൊട്ട് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാണ്ട് പള്ളിയിൽ പോകും. പള്ളിയിൽ പോയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. രാവിലെ 5:30 എന്ന് പറയുമ്പോൾ 5:15 തന്നെ ഞാൻ എണീറ്റ് ഫ്രഷായി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തുടങ്ങി. ജപമാല ചൊല്ലും, പേഴ്സണൽ പ്രേയേഴ്സ് പോലും. ഉച്ചയ്ക്ക് വീട്ടിൽ ഇരുന്നുണ്ട് ഈശോൻ്റെ കരുണക്കൊന്തയിലും അങ്ങനെ കുറേ പേഴ്സണൽ പ്രേയേഴ്സൊക്കെ ഞാൻ ചെല്ലാൻ തുടങ്ങി. ഭയങ്കര മാറ്റമാണ് എനിക്ക് വന്നത്. ഇപ്പോൾ ഞാൻ ലാറ്റ്വിയയിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയാലും ഞാൻ ലാറ്റ്വിയ ചെന്നാലും ഞാൻ അവിടെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഈശോയെ പറ്റി പറയും, മാതാവിനെ പറ്റി പറയും, വചനപ്രഘോഷണം നടത്തുകയും ചെയ്യും. ഉറപ്പായിട്ട് ഞാൻ വചനപ്രഘോഷണം നടത്തും. കാരണം ഞാനിപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വാട്സാപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഓരോ ബൈബിൾ റീഡിങ്ങും. അപ്പം ഞാനിപ്പോൾ ഓരോ ബൈബിൾ റീഡിങ് എടുക്കുമ്പോഴും അന്ന് എന്താണ് എന്നോട് ഈശോ ചെയ്യാൻ വേണ്ടി പറയുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഞാൻ സ്റ്റാറ്റസ് ആക്കിയും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാനിപ്പോൾ ഉടമ്പടി പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ചയിലും മുടക്കം കൂടാതെ ഞാൻ കൂടാറുണ്ട്. ഇപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹം ഞാനിവിടെ നിന്ന് മാതാവിൻ്റെ മുൻപിൽ, ഇത്രയും വലിയ ആൾക്കാരുടെ മുൻപിൽ മാതാവിനെ വലിയൊരു സാക്ഷിയായി തീർത്തതിന് എൻ്റെ മാതാവിനും ഈശോപ്പയ്ക്കും ഞാൻ ഭയങ്കരമായിട്ടും ഹാപ്പിയായിട്ട് ഞാൻ നന്ദി പറയുന്നു. നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിൻ്റെ പദ്ധതികൾ ഫലമണിയും. ഗ്ലെൻ എഡ്വിൻ നമ്മളോട് പങ്കുവച്ചത് ജീവിതത്തിൽ ലഭിച്ച നന്മകളെക്കുറിച്ചാണ്. ആദ്യം ഇവിടെ അമ്മ മാതാവിൻ്റെ അരികിൽ കൃപാസനത്തിൽ വരുവാൻ വേണ്ടി സ്ഥലമറിയാതെ വാഹനത്തിൽ കയറി യാത്ര ചെയ്യുമ്പോൾ കൃത്യതയോടുകൂടി കൃപാസനത്തിൻ്റെ മുൻപിൽ തന്നെ അന്നിവിടെ സ്റ്റോപ്പുകളില്ലാതിരുന്നിട്ട് കൂടി മകനെയും കുടുംബത്തെയും ഇവിടെ എത്തിച്ച് പരിശുദ്ധമ്മയുടെ പരിപാലന വഴിതെളിക്കുന്ന അമ്മയുടെ പ്രത്യേകമായ സ്നേഹത്തെയും കരുതലിനെയും മകൻ സാക്ഷ്യപ്പെടുത്തുന്നു. വെറുതെ വന്ന് പ്രാർത്ഥിച്ചു പോകുവാൻ ഇവിടെ എത്തിയവർ ഉടമ്പടി എടുക്കുകയും മകൻ വെച്ച 6 നിയോഗങ്ങളും ഉടമ്പടി പ്രാർത്ഥനയിൽ അനുഗ്രഹമായി മാറിയതിനെയും മകൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വളരെ സവിശേഷമായ വിധം ഡിഗ്രി പഠനകാലത്ത് അഡ്മിഷനൊന്നും ലഭിക്കാതെ ഏറെ ക്ലേശിച്ച് നടക്കുകയും അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അവശേഷിച്ചിരുന്ന ഏക സീറ്റ് അത്ഭുതകരമായി മകന് ലഭിച്ചതിനെക്കുറിച്ച് മകൻ സൂചിപ്പിച്ചു. അതോടൊപ്പം അവസാനം വിദേശത്ത് പോകുവാൻ ആഗ്രഹിച്ച് അതിൻ്റെ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അത് ലാറ്റ്വിയ എന്നൊരു രാജ്യത്തെക്കുറിച്ച് മകന് പ്രചോദനം വരികയും
അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് അത് നിയോഗം സമർപ്പിക്കുമ്പോൾ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ വലിയ പണച്ചെലവില്ലാതെ അവിടെ പോകുവാനുള്ള പ്രോസസ്സ് പൂർത്തിയാവുകയും വിസ ലഭിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മ മാതാവ് ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ അറിയുന്നു, ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളെ കാണുന്നു. ഉടമ്പടിയിൽ നാം വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ എപ്പോഴും ആ ഉടമ്പടിയുടെ ഫലം നമുക്ക് നൽകുവാനായിട്ട് എപ്പോഴും അമ്മ കൂടെ വരികയും ചെയ്യുന്നു. മകൻ പറയുന്നുണ്ട്, ഉടമ്പടി ഈ അടുത്ത കാലത്തെടുത്ത ജൂൺ മുതൽ ദിവ്യബലിയിൽ പങ്കുചേരുന്നതിന്, ജപമാല പ്രാർത്ഥിക്കുന്നതിന്, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതിന്, കൃപാസനം പത്രം ദൈവത്തെ അറിയിക്കുന്നതിന്, സാക്ഷ്യപ്പെടുത്തുന്നതിന്, എല്ലാവർക്കും വിതരണം ചെയ്യുന്നതിന് എനിക്ക് വലിയ സന്തോഷവും അഭിമാനവും, എവിടെ ചെന്നാലും ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിന് എന്നെ തന്നെ ഞാൻ തയ്യാറാക്കുകയും കൊടുക്കുകയും ചെയ്യുമെന്ന ദൈവത്തിന് മുമ്പിൽ നാം പുലർത്തുന്ന വിശ്വസ്തതയാണ്, ദൈവസന്നിധിയിൽ എളിമപ്പെട്ടുകൊണ്ട് നാം കൊടുക്കുന്ന വാഗ്ദാനവും വാക്കുമാണ് വിശ്വസ്തതയുള്ള ജീവിതത്തിന് ദൈവം നൽകുന്ന പ്രതിഫലമാണ് പരിശുദ്ധ അമ്മയിലൂടെയുള്ള ഓരോ ജീവിതാനുഗ്രഹവും. ആ അനുഗ്രഹത്തെയാണ് മകനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. നേർച്ചവസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെയും തൈലം പൂശി പ്രാർത്ഥിക്കുന്നതിലൂടെയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന അതിൻ്റെ യഥാർത്ഥ സമയത്ത് രാവിലെ 5:30 തുടർച്ചയായി ചൊല്ലുവാൻ സ്ഥിരത കാട്ടുന്നതിലൂടെയും നമ്മൾ എത്രയൊക്കെ നമ്മളെ തന്നെ എളിമപ്പെടുത്തി അമ്മയുടെ സമയത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നുവോ, അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ വലിയ കൂട്ടം സഹായവുമായി കൂടെ ഉണ്ടാകുമെന്ന് മകൻ സാക്ഷ്യപ്പെടുത്തുന്നു. മകൻ ലഭിച്ച ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവപിതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷത്തോടെ നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.